Oh, cheers. അച്ചോട്ടിനെത്തിയല്ലോ. അല്ല, നിങ്ങളെ നിങ്ങൾ വരില്ലാന്ന് പറഞ്ഞിട്ട് വരണ്ടാന്ന് കരുതില്ല. അപ്പോഴാണ് ഇവൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എങ്ങനെ വരാതിരിക്കും? സെറ്റാണല്ലോ. ആളെവിടെ? മുറിയിലുണ്ട്. എന്നാ ഞാനൊന്ന് കാണട്ടെ. ഇതൊന്നും പഠിപ്പിക്കുക. എന്നതിന്റെ പേര്? നല്ല പേര്. എവിടെ കാണുന്നില്ലല്ലോ. നീ രണ്ടെണ്ണം കഴിക്കടാ. ആ, എനിക്ക് നല്ല വിശപ്പ്. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് വന്നു. അച്ചോട്ടാ, നിങ്ങളെന്താ കഴിക്കാഞ്ഞത്? എന്തോ വിശപ്പൊക്കെ പോയി. പവിത്ര, അവളുടെ ഫോൺ അടിക്കുന്നത് ആരാണെന്ന് നോക്ക്. ആ, കൊണ്ട് കൊടു. പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഇത് നിന്റെ അമ്മയാ സംസാരിക്കും.
സംസാരിക്കാൻ. ഞങ്ങൾ പറഞ്ഞു തന്ന അതുപോലെ പറയണം. അപ്പൊ എങ്ങനാ കാര്യങ്ങള്? എന്താ പത്രം? അവളെ അമ്മയോട് സംസാരിച്ചു. എന്തായി നിന്റെ തീരുമാനം? ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നോ അതോ? അല്ല, നിങ്ങൾക്ക് ഇവിടെ എവിടെ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞത്? ആ പാലത്തിൻ്റെ അടുത്തുള്ള കുളമല്ലേ? വെറുതെ ഒന്ന് ചൂണ്ടിടാൻ പോയതാ. അപ്പോഴാ നമ്മൾ പുറത്തേക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ദുർബുദ്ധി കാണിച്ചാലോ? നീ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലേ? എനിക്കൊന്നും വേണ്ട, എനിക്ക് പോകണം. നിനക്ക് പോകാം. അതിനു മുമ്പ് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾക്ക്. നീ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായ കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. കാര്യം എന്തായാലും ശരി, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ എന്നത് വിജയമല്ല, തോൽവിയാണ്. ആത്മഹത്യ ചെയ്യാനാണെങ്കിലേ ഞങ്ങൾക്ക് അത് ചെയ്യേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞുപോയി. നീ എന്തൊന്നും ഉണ്ടാത്തത്? എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്ന് മാത്രം അറിയാം. എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിക്കണം. നിങ്ങൾ എന്നെ വിടണം. ഇനി എൻ്റെ മുന്നിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ. നീ മരിച്ചാൽ പിന്നെ നിന്റെ പ്രായമായ അമ്മയ്ക്കും പിന്നെ നിന്റെ കുഞ്ഞിനും ആരുണ്ട്? ചിന്തിച്ചോ? അതെ, നീ മരിച്ചാൽ ജീവിതകാലം മുഴുവൻ നഷ്ടവും ദുഃഖവും അവർക്ക് മാത്രമായിരിക്കും. പിന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും കുറെ കണ്ണുനീർ പൂക്കൾ തരാൻ ആളുണ്ടാവും. ഏറിയാൽ ഒരാഴ്ച, പിന്നെ അവരും നിന്നെ മറക്കും. നീ നിന്റെ തീരുമാനം മാറ്റണം.
സന്തോഷത്തോടുകൂടി ഒരുപാട് കാലം ജീവിക്കണം. ഞാൻ മരിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്താ? എനിക്ക് മരിക്കണം, ഞാൻ പോകുക. എങ്കിൽ പോയി ചാവ. നീ ചത്താ ഞങ്ങൾക്ക് എന്തുവാ? നീ ഞങ്ങളുടെ ആരാ? വേറെ 1-2 മണിക്കൂറത്തെ പരിചയം അത്രമാത്രമാണ് നീ മാറ്റി. പോയി ചാവ. എന്താ ഇത്? നീ ആ ഫോട്ടോ കണ്ടോ? ഇവന്റെ അനുജത്തിയ. അവൻ ഈ ലോകത്ത് ആകണ്ടായിരുന്ന അവളാണ്. ഫേസ്ബുക്ക് വഴി ഒരുത്തനുമായി അടുപ്പത്തിലായി. അവനൊരു ഫ്രോഡാണ് തിരിച്ചറിയാൻ വൈകി. അവനെ തോൽപ്പിക്കാൻ അവളുടെ മുമ്പിൽ ഏക വഴി ആത്മഹത്യയായിരുന്നു. എന്നാൽ സ്വന്തം ജ്യേഷ്ഠനെ കുറിച്ച് ഒരു നിമിഷം പോലും അവൾ ചിന്തിച്ചില്ല. നീ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? പഴയൊരു സിനിമാ പാട്ടാണ്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. ഇത്രയും മനോഹരമായ ഈ ഭൂമി ഇട്ട് പോകാൻ ആരുടെ അവസ്ഥയാണ്? അതേപോലെ എന്തിനേയും സന്തോഷങ്ങളൊക്കെ വിട്ട് നമ്മൾ സ്വയം ഇല്ലാതാകുന്നു. നമുക്കെല്ലാവർക്കും ഒരു സമയമുണ്ട് തിരിച്ചു പോകാൻ. അതുവരെ നിങ്ങളെപ്പോലെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദുഃഖങ്ങളും സങ്കടങ്ങളും മറന്നു സന്തോഷിക്കുക, ആഘോഷിക്കുക. നീ ഒരു നിമിഷം നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുകയും അവന്റെ കളിയും ചിരിയും സന്തോഷങ്ങളും. അവനില്ലാത്തൊരു ലോകത്തേക്ക് പോകാൻ കഴിയുമോ നിനക്ക്? നിഷ്കളങ്കമായ അവൻ്റെ ചിരിയും അമ്മയെന്നുള്ള അവൻ്റെ വിളിയും ഇല്ലാത്ത എങ്ങോട്ടോ പോകാൻ കഴിയുമോ നിനക്ക്? നീ മരിക്കുന്നില്ല, നീ ജീവിക്കും. അല്ലേ? ഇനി നീ മരണത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ല. ഈ കയ്യിൽ തൊട്ട് സത്യം. ഇല്ല, സത്യം. ഇനി നേരെ വെളുക്കാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അത്ര നേരെങ്കിലും എല്ലാം മറന്ന് നീ ഉണർന്നു. രാവിലെ സുരക്ഷിതമായ മോളെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി മോളുടെ എന്താവശ്യം ഞങ്ങളുണ്ടോ? നീ ആ പാട്ട് പാടേ. നീ അവളോട് പറഞ്ഞില്ലേ ആ പഴയ സിനിമ പാട്ടേ? അതോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൽ